ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. +2 അക്കൗണ്ടൻസിയിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനാവോ? കുറേ പേര് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഡൗട്ടാണ് അവർക്ക്. ഇത്രയും മാത്രം തിയറി ഉണ്ടോ നമുക്ക് അക്കൗണ്ടൻസി +2ല്? നമുക്ക് 2 സെക്ഷൻ ഉണ്ടെന്ന് അറിയാം, AFS ഉണ്ട്, CA ഉണ്ട് അല്ലേ? അപ്പോൾ 2 കാറ്റഗറി സ്റ്റുഡൻസിനും AFSകാർക്ക് 80 മാർക്കിലായിരിക്കാം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് 60 മാർക്കിലായിരിക്കാം. അപ്പോൾ ഈ കാറ്റഗറി കുട്ടികൾ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് ജയിക്കാമെന്ന് വിചാരിച്ച് പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം എത്ര മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്, എത്ര മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ വേണം, പ്രോബ്ലം വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഓരോ പാഠത്തിൽ നിന്നും, അതായത് പാർട്ട് 1, പാർട്ട് 2 രണ്ടിൽ നിന്നും എത്രത്തോളം തിയറിയാണ് നമുക്ക് വരിക? തിയറി മാത്രമായാൽ നിങ്ങൾക്ക് ജയിക്കുമോ, അതോ പ്രോബ്ലം കൂടിയും പഠിക്കണോ? എനിക്കാണെങ്കിൽ പ്രോബ്ലം വലിയ താല്പര്യമില്ല, അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് മിസ്സിന് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം വീഡിയോയിൽ എത്ര മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട് എന്ന്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പാർട്ട് 1 നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 1 എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികളും AFS കുട്ടികളും എല്ലാ +2 സ്റ്റുഡൻസും, ഓൾ +2 സ്റ്റുഡൻസ് പഠിക്കേണ്ട ഭാഗമാണ് പാർട്ട് 1. ഇവിടെ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് എക്സാമിനുള്ളൂ, 4ാം പാഠമില്ല കേട്ടോ. 4ാം പാഠമുണ്ട് എങ്കിൽ നമുക്ക് അതിൽ കുറച്ചും കൂടി മാർക്ക് തിയറി കിടക്കുന്നുണ്ട്. അപ്പോൾ 4ാം പാഠമില്ല, 3 പാഠമുള്ളൂ. അതിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് എങ്കിൽ നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ നമുക്ക് തിയറി ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ജേർണൽ എൻട്രീസ്. 2 പാഠത്തിലും നിങ്ങൾ ജേർണൽ എൻട്രീസ് പഠിക്കണം. അഡ്മിഷൻ്റെ ചാപ്റ്ററിൽ നിന്നും റിട്ടയർമെൻറ്റിൻ്റെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ജേർണൽ എൻട്രി പഠിക്കണം. 2 ജേർണൽ എൻട്രീസും നമുക്ക് 3 മാർക്ക് 4 മാർക്ക് ആ റേഞ്ചിലേക്കാണ് വരുമെന്നെങ്കിൽ 3 അല്ലെങ്കിൽ 4 ഷുവറായിട്ട്. ജേർണൽ എൻട്രി മാത്രമല്ല, അതിലെ എമൗണ്ട് നിങ്ങൾ എത്രത്തോളം വീതിച്ച് കൊടുക്കണമെന്ന് നിങ്ങൾ അറിയണം. ദെൻ പിന്നീടുള്ളത് ക്വസ്റ്റ്യൻ, അഡ്ജസ്റ്റ്മെന്റ് ദാറ്റ് റിക്വയർഡ് ഓൺ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചാലോ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അയാളുടെ അക്കൗണ്ടിൽ അയാൾക്ക് പാർട്ട്ണർക്ക് കൊടുക്കണം? നമുക്ക് 3 മാർക്കിനാണ് അത് ചോദിക്കാറുള്ളത്. എന്തൊക്കെ കൊടുക്കണം? അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റിൽ ഔട്ട് ചെയ്യണം, ഗുഡ് വില്ലിൻ്റെ ഷെയർ കൊടുക്കണം, അയാളുടെ എമൗണ്ട് നമ്മൾ എത്രത്തോളം എമൗണ്ട് ഡ്യൂ ടു കണ്ടുപിടിക്കണം, റിവാലുവേഷൻ അക്കൗണ്ട് കണ്ടുപിടിക്കണം, അതുപോലെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. അങ്ങനെ തുടങ്ങിയ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമുക്കവിടെ ചെയ്യേണ്ടി വരും. അത് നമുക്ക് 3ാം പാഠത്തിൽ നിന്ന് 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ദ റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ. 2 മാർക്കിന്റെ ചോദ്യമാണ് ഇത് കേട്ടോ. ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ അയാൾക്കുള്ള റൈറ്റുകൾ 2 റൈറ്റ് ആണുള്ളത്. ഒന്ന് റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദി ഫേം, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം, അത്രേ ഉള്ളൂ. ദെൻ ഫിക്സ്ഡും ഫ്ലക്ച്വേറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് 4 മാർക്കിനും 3 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ് കേട്ടോ. ഇത് ഓണപരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്ക് തിയറി കുറവായ കാരണം മേ ബി ഇടാം, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് 3 മാർക്കിന് സെക്കൻഡ് ചാപ്റ്റർ അഡ്മിഷന്റെ പാഠമാണ് കേട്ടോ. സോറി, ബേസിക് കൺസെപ്റ്റ് ആണ്. പിന്നീട് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാം. സാക്രിഫൈസിങ് ആൻഡ് ഗെയിനിങ് റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ചോദിക്കാറുണ്ട് 3 മാർക്കിന്. അത് സാക്രിഫൈസിങ് അഡ്മിഷന്റെ ടൈമിലാണ്, ഗെയിനിങ് നമ്മൾ റിട്ടയർമെന്റ് സമയത്താണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ അതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക, എന്താണ് ആ റേഷ്യോ എന്ന് എഴുതി വെക്കുക, 3 പോയിന്റ്. ദെൻ ഗുഡ് വിൽ എന്താണ്? ഗുഡ് വില്ലിന്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് എന്തിനാണ് തയ്യാറാക്കുന്നത് എന്ന് ചോദിക്കാം. നമ്മൾ 2 ടൈമിൽ അഡ്മിഷൻ്റെ, റിട്ടയർമെന്റിൻ്റെയും ഡെത്തിൻ്റെയും സമയത്തൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ് റീവാലുവേഷൻ. എന്തിനാണ് തയ്യാറാക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? റീവാല്യൂ ദ അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദി ഫേം ആൻഡ് ആ ടൈമിലുള്ള അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും പ്രോഫിറ്റും ലോസും പാർട്ട്നേഴ്സ് വിധിച്ചെടുക്കുന്നു. അഡ്മിഷൻ്റെ സമയത്താണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സും, റിട്ടയർമെൻറ്റ് സമയത്താണെങ്കിൽ ഓൾ പാർട്ട്നേഴ്സും, അങ്ങനെയാണ് വരിക. Then that items that appear on the credit side of deceased partner's capital account,
നമുക്ക് ഇതേപോലെ തന്നെ ചോദിക്കാറുണ്ട് 2 മാർക്ക് 3 മാർക്കിനെ. അതായത് ഒരു ഡിസീസ്ഡ് പാർട്ട്ണർ എന്ന് വെച്ചാൽ ഡെത്ത് ഓർ റിട്ടയർമെൻറ്റോ കേട്ടോ. അപ്പോൾ ഡിസീസ്ഡ് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരാം, അയാളുടെ ഇൻകംസ് എന്തൊക്കെ വരാം, അയാളുടെ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക, സാലറിയുടെ ഷെയർ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക, പ്രോഫിറ്റിൻ്റെ ഷെയർ, ഗുഡ് വില്, അയാൾ ഗെയിനിങ് റേഷ്യോയിൽ നമ്മൾ പിടിച്ചെടുക്കുന്ന ഗുഡ് വില്, അതേപോലെ എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടെങ്കിൽ അത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനെ തുടങ്ങിയ അയാളുടെ ഇൻകംസ് എല്ലാം നമ്മൾ ആ സൈഡിലാണ് എഴുതാം. ദെൻ റൂൾസ് ആബ്സെൻസ് ഓഫ് എ ഡീഡ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യണം, അതായത് ഈക്വലായിട്ട് ഹാഫായിട്ട് തന്നെ ഷെയർ ചെയ്യണം. ബാക്കി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒഴികെ വേറെ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട, അത് 6% ആണ്. ആ ഒരു തിയറി പഠിക്കണം. എന്താണ് റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് 2 മാർക്കിന് നമുക്ക് ചോദിക്കാം. അന്ന് റിവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം പുതുക്കി പണിയുന്ന സമയത്ത്, അതായത് ഏതൊക്കെ ടൈമാണ്, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ആ സമയത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ് റിവാലുവേഷൻ അക്കൗണ്ട്. അവിടെ അസറ്റുകളും ലയബിലിറ്റീസും എല്ലാം നമ്മൾ റീവാല്യൂ നടത്തി ഒന്നും കൂടി വില നിശ്ചയിച്ച് കണക്കാക്കി ബാലൻസ് ഉള്ളത് ലോസോ ഷെയർ, നമ്മൾ ലോസോ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യും. അതാണ് റിവാലുവേഷൻ അക്കൗണ്ട്. ഇത്ര ക്വസ്റ്റ്യൻസേ 3 പാഠത്തിൽ നിന്നുള്ളൂ. ഇതിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 5, 10, 15, 20 മാർക്കിൻ്റെ അടുത്തേക്ക് ഇത് എല്ലാ ക്വസ്റ്റ്യൻസും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റത്തെ ഓണ പരീക്ഷയ്ക്ക് നമുക്ക് വരില്ല. അവർ 20ൻ്റെ അടുത്തേക്ക് എന്ന് പറയാൻ 15 മാർക്ക് പിടിച്ചാൽ മതി നമുക്കൊരു തിയറി. അതിൻ്റെ കൂടെ നമുക്ക് എന്തുണ്ടാവാം, നമ്മുടെ AFS കുട്ടികൾക്ക് എന്തുണ്ടാവാം, തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. CA സ്റ്റുഡൻസിന് 20 മാർക്കിന് തിയറി മാത്രമാണ് വരിക. AFS കുട്ടികൾക്ക് 40 മാർക്കിൽ ഒരു 20ഓളം നമുക്ക് തിയറിയാണ്. അപ്പോൾ അത് അവർ പഠിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 പേരും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പാഠങ്ങളിൽ നിന്നുള്ള എല്ലാ തിയറി ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ട്. ഈ 2 വിഭാഗക്കാരെ സെപ്പറേറ്റ് നിങ്ങൾ അറിയേണ്ട എന്താണെന്ന് വെച്ചാൽ, AFS കുട്ടികൾക്ക് അവരുടെ തിയറിയും കൂടി പഠിച്ചാൽ അവർക്ക് ജയിക്കാം. അതായത് 80-ലെ 24 ആണ് ജയിക്കാൻ വേണ്ടത്. അപ്പോൾ AFS കുട്ടികളുടെ തിയറീസും അവർക്ക് കുറച്ചും കൂടി മാർക്ക് ഉണ്ടല്ലോ, 80-ലാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ വരാം. അപ്പോൾ അവർക്ക് തിയറി പഠിച്ചാൽ ജയിക്കാം. ദാറ്റ്സ് ഷുവർ. തിയറി പഠിച്ചാൽ നമുക്ക് ഷുവറായിട്ടും ജയിക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികളെ സംബന്ധിച്ച് 20 മാർക്കിന് മാത്രമേ നമുക്ക് എന്ത് ചോദിക്കുള്ളൂ, കമ്പ്യൂട്ടറൈസ്ഡ് ചോദിക്കുള്ളൂ. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 5 പാഠങ്ങൾ, 2 പേർക്കും 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 5 പാഠങ്ങളും നിങ്ങൾ വെള്ളം പോലെ പഠിക്കണം കമ്പ്യൂട്ടറൈസ്ഡ് കാര്യം. അപ്പോൾ നിങ്ങൾക്ക് തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഒപ്പം നിങ്ങൾ എന്തുകൂടി ചെയ്യണം, നിങ്ങൾക്ക് 60-ൽ ജയിക്കാൻ വേണ്ടത് 18 ആണ്. ഓക്കെ, ഇത്ര 18 കുറച്ച് മാർക്ക് മതി ജയിക്കാനേ. പക്ഷേ പാർട്ട് 1-ലെ തിയറി മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റില്ല. എന്തുകൂടി ചെയ്യണം, 2 കൂട്ടർട്ടോ, അത് 2 കൂട്ടർക്കും ബാധകമാണ്. എന്ത്, AFS-ത്തെയും CA-ത്തെയും തിയറീസ് എല്ലാം 100% ഓക്കെ ആണ് എങ്കിൽ വിത്ത് പാർട്ട് 1-ലെ തിയറി നോക്കിയാൽ നിങ്ങൾക്ക് ജയിക്കാം. അതായത് 18-ഉം 24-ഉം മതി. പക്ഷേ തിയറി മാത്രം പഠിച്ചുകൊണ്ട് എന്തില്ല, നിങ്ങൾക്കൊരിക്കലും ഡബിൾ പാസ് കിട്ടില്ല. ദാറ്റ്സ് ഐ എം ഷുവർ. അതായത് ഡബിൾ പാസ് കിട്ടണമെങ്കിൽ ഇവിടെ 36 മാർക്ക് വേണം, ഇവിടെ 48 മാർക്ക് വേണം. ഇത് 2 വേണമെന്നുണ്ടെങ്കിൽ തിയറി മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഒപ്പം നല്ല എളുപ്പമുള്ള കുറച്ച് പ്രോബ്ലംസും കൂടി ഉണ്ട്. ഏറ്റവും ബെറ്റർ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മൾ പ്രോബ്ലംസ് പഠിക്കുമ്പോൾ പ്ലസ് അതിനോട് കൂടിയിട്ട് അതുമായി ബന്ധപ്പെട്ട തിയറീസ് പഠിക്കാം. ജയിക്കേണ്ടവർക്ക് ജയിച്ചാൽ മതി എന്നുള്ളവർക്ക് തിയറി മാത്രം പഠിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ തിയറീസും അതേപോലെ വരും വേണം, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും വേണം. AFS ആണെങ്കിൽ 5 പാഠത്തിലും തിയറി എടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡുകാർക്ക് ഫുൾ തിയറിയാണ്. അതായത് കണക്ക് ചെയ്യാൻ അധികം ഇല്ല എന്നർത്ഥം. AFS കുട്ടികൾക്ക് 2-ന്നും പ്രോബ്ലം പഠിച്ചാൽ ജയിക്കും. കമ്പ്യൂട്ടറൈസ്ഡുകാർക്ക് AFSകാരെ പോലെയല്ല, തിയറിയും പ്രോബ്ലംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ വിചാരിച്ച മാർക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തിയറി ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ പഠിക്കുക. എന്നിട്ട് നമ്മൾ പ്രോബ്ലം വീഡിയോ ചെയ്യും. അതായത് 25 മാർക്കിനുള്ള പ്രോബ്ലംസ് ഒക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക, നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ എക്സാം വരുന്നത് ഓൺ 13 ആണ്. 13th നമ്മുടെ എക്സാം വരുന്നത് അക്കൗണ്ടൻസി. അതുകൊണ്ട് തന്നെ
എന്ത് ചെയ്യുക, ബിസിനസ് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് ടൈമില്ല അക്കൗണ്ടൻസി പഠിക്കാനായിട്ട്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ ബിസിനസ്സും അക്കൗണ്ടൻസിയും ഒക്കെ നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്